എന്തായാലും അതിർത്തിയിൽ മരം മുറി നിർത്തിയതിൽ ആശങ്കപ്പെടുന്ന ചില മാപ്രകളുടെ ചാനലുകളും ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്. ട്രീ കട്ടർ ചാനൽ ഉൾപ്പെടെ. അതിർത്തിയിൽ മരം മുറി നിർത്തിയത് ഞങ്ങൾ സാങ്കത്യമായിട്ട് പറഞ്ഞതാണ്. അതിർത്തിയിൽ വെടിനിർത്തി എന്നെടുക്കുക. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അതിർത്തിയിൽ മരം മുറിച്ച് വിറ്റ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിർത്തിയിൽ മരം മുറി നിർത്തിയതിൽ സങ്കടപ്പെടുന്ന ചില ട്രീ കട്ടർ പോലുള്ള ചാനലുകൾ മലയാളത്തിലുണ്ടല്ലോ. നിങ്ങൾ 4 ദിവസം എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം, ഒരു പാനിക് ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ വിഡിത്തങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക. വാർ റിപ്പോർട്ടിംഗ്, യുദ്ധം റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു അതിർത്തിയിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഒരു ബാലപാഠം പോലും പഠിക്കാത്ത കുറേ ആൾക്കാർ ന്യൂസ് റൂമിലും അവതാരകരായിട്ടും ഒക്കെ ഇരിക്കുക. ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാതിരിക്കുക. അതല്ലേ കഴിഞ്ഞ 3-4 ദിവസം കണ്ടത്. ട്രീ കട്ടർ ചാനൽ ഉൾപ്പെടെ. അവർ മാത്രമല്ല, വേറെ ചിലരും ദേശീയ മാധ്യമങ്ങളിൽ ചിലരുമുണ്ട്, ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ. അർണബ് ഗോസ്വാമിയെ പറ്റിയൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലെ. പക്ഷേ ഇന്ത്യ ടുഡേ പോലുള്ള ചില ചാനലുകൾ വളരെ വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. അതൊരു വിദേശ മാധ്യമങ്ങൾ, CNN പോലെയുള്ള ചാനലുകൾ, BBC പോലെയുള്ള ചാനലുകൾ, അവരൊക്കെ എങ്ങനെയാണ് ഈ വാർത്തകളെ സമീപിച്ചത്, ഇന്ത്യ പാക് സംഘർഷത്തെ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് നോക്കിക്കാണണം. ഇത് വായി തോന്നുന്നത് വിളിച്ചു പറയുക, കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ വന്നിരുന്ന് ന്യൂസ് റൂമിൽ വന്നിരുന്ന് എന്ത് വിഡ്ഢിത്തരങ്ങളും എഴുന്നള്ളിക്കാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഇതൊരു ആത്മപരിശോധനയുടെ സമയമാണ്. ട്രീ കട്ടർ ചാനൽ ഉൾപ്പെടെയുള്ളവർ ആത്മപരിശോധന നടത്തുക. വെറുതെ വസ്തുതാവിരുദ്ധമായിട്ട് പാനിക് ക്രിയേറ്റ് ഉണ്ടാക്കാൻ, ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വെറുതെ വാർത്തകൾ ഉണ്ടാക്കരുത്, വാർത്തകൾ ചമയ്ക്കരുത്. ന്യൂസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ന്യൂസ്? ന്യൂസ് ഹാപ്പൻഡാണ്, സംഭവിക്കുന്നതാണ്, അല്ലാതെ ഉണ്ടാക്കലല്ല. ഒരു വസ്തുതയുമായിട്ടും ബന്ധമില്ലാതെ നുണകൾ മാത്രം പറയുക, അതൊക്കെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. ഇതൊരു ആത്മപരിശോധനയാണ്. ഈ ഒരു ഇന്ത്യ പാക് സംഘർഷത്തിൽ എല്ലാവരും മിതത്വം പാലിച്ചു. കേന്ദ്ര സർക്കാർ, അതേപോലെ പ്രതിപക്ഷ പാർട്ടികൾ, ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, അവരൊക്കെ എത്ര മിതത്വത്തോടെയാണ് സംസാരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണ കുറിപ്പുകൾ, കമ്മ്യൂണിക്കെ ഓരോ ദിവസവും യുദ്ധത്തെപ്പറ്റി, യുദ്ധമല്ല സംഘർഷം, യുദ്ധമല്ല അതിർത്തിയിലെ സംഘർഷമാണ്, അതിനെ യുദ്ധമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കൃത്യമായ വിവരങ്ങൾ വരെ തന്നു കേന്ദ്ര സർക്കാരും. അതുപോലെ പ്രതിപക്ഷം അതിൻ്റെ ദൗത്യം നിർവഹിച്ചു. അവര് അതിന് വിട്ട് ഒരു വാക്ക് പോലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്, മോദി സർക്കാരിന് എല്ലാ പിന്തുണയും പ്രതിപക്ഷ പാർട്ടികൾ നൽകി. ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു. പാകിസ്ഥാൻ എന്താണെന്ന് ഇപ്പം ലോകമറിഞ്ഞു. വളരെ ദുർബലമായ ഒരു രാജ്യമാണ്. മിലിറ്ററി സംവിധാനങ്ങളിൽ പോലും, സൈനിക സംവിധാനങ്ങളിൽ പോലും, സന്നാഹങ്ങളിൽ പോലും പാകിസ്ഥാന് ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തോട് ഒന്നും ചെയ്യാൻ, മത്സരിക്കാൻ പോലും കഴിയില്ല എന്ന് ഈ സംഭവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതൊരു നല്ല കാര്യമാണ്. പാകിസ്ഥാൻ ഇനി വെറുതെ ഉമ്മാക്കി കളിക്കില്ല. ഉമ്മാക്കി കളി ഇതോടുകൂടി നിർത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇങ്ങോട്ട് വിളിച്ചിട്ടാണല്ലോ അപ്പൊ അമേരിക്ക, ട്രംപ് അല്ലെ അമേരിക്കൻ ഭരണകൂടം മീഡിയേറ്റ് ചെയ്തു, മധ്യസ്ഥത വഹിച്ചു എന്നൊക്കെ പല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരാണത് അതിനെപ്പറ്റി കൂടുതൽ വ്യക്തമാക്കേണ്ടത്. അതെന്താവട്ടെ, അമേരിക്ക ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം. എന്തായാലും പാകിസ്ഥാനിന്റെ സൈനിക തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിൽ നിന്നും ഉന്നതർ ഇങ്ങോട്ട് വിളിച്ചിട്ടാണല്ലോ വെടിനിർത്തൽ ആവാം എന്ന് ഇങ്ങോട്ടാണല്ലോ പറഞ്ഞത്, അല്ലാതെ ഇന്ത്യ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ പാകിസ്ഥാൻ നാണം കെട്ടു, പാകിസ്ഥാന് തിരിച്ചടിയുണ്ടായി. മാത്രമല്ല, ഇന്ത്യ പറഞ്ഞു സീസ് ഫയർ, വെടിനിർത്തലിന് പ്രധാനപ്പെട്ട ഒരു അജണ്ടയും ഇന്ത്യ ഭരണകൂടം വെച്ചിട്ടുണ്ട്. മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ. എന്താണ്? ഇനിയും ഭീകരാക്രമണം പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് ഉണ്ടായാൽ അതിനെ യുദ്ധസമാനമായി കാണുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇതൊരു മുന്നറിയിപ്പാണ്. ഇനി കളിക്കരുത്, ഇനി ഉമ്മാക്കി വെച്ചിട്ട് കളിക്കരുത്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജമ്മു കശ്മീരിലോ അതിർത്തി സംസ്ഥാനങ്ങളിലോ, പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കെടുത്ത സംസ്ഥാനങ്ങളിലോ ഉണ്ടായാൽ അതിനെ യുദ്ധസമാനമായിട്ട് ഇന്ത്യൻ ഭരണകൂടം കാണും എന്ന മുന്നറിയിപ്പോടുകൂടിയാണ് ഈ വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
പക്ഷെ മാപ്രകൾക്ക് ഈ വെടിനിർത്തൽ വേണ്ടായിരുന്നു എന്നാണ് ആഗ്രഹം. കാരണം വെച്ച് കളിക്കണമല്ലോ, റേറ്റിംഗ് കൂട്ടാല്ലേ. ഒരു യുദ്ധം ഉണ്ടാകണമെന്നും അതുപോലെ കാര്യങ്ങൾ വഷളാവണമെന്നും ഒക്കെ ആഗ്രഹിച്ച കുറെ മാപ്പറുകൾ ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ജനാധിപത്യത്തിൻ്റെ തൂണുകൾ, മൂന്ന് തൂണുകളും ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ ഈ അന്തരീക്ഷത്തെ, ഈ സംഭവങ്ങളെ വളരെ ആരോഗ്യപരമായിട്ട് നേരിട്ടപ്പോൾ ഇവിടെ തോറ്റുപോയത് മാപ്രകൾ മാത്രമാണ്. നാലാം തൂണ്, ജനാധിപത്യത്തിൻ്റെ നാലാം നെടുന്തൂൺ എന്ന് പറയുന്ന മാപ്രകൾ, മാധ്യമങ്ങൾ ഇത്രയും സത്യസന്ധതയില്ലാതെ ഈ വിഷയത്തെ സമീപിച്ചത് ഈ രാജ്യത്ത് ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ റിപ്പോർട്ടിംഗ് രീതി, അവതരണ രീതി അതൊക്കെ ഒട്ടും ആശ്വാസകരമല്ലായിരുന്നു. അത് സ്വയം വിചിന്തനം, സ്വയം വിമർശനം നടത്തണം. മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ, ചാനലാവട്ടെ, പത്രമാവട്ടെ, ഓൺലൈൻ ആവട്ടെ, നിങ്ങൾക്കിതൊരു ആത്മപരിശോധന നടത്തേണ്ടുന്ന സമയമാണ്. നിങ്ങൾ ലോകത്ത് ഇത് എങ്ങനെ റിപ്പോർട്ട് ചെയ്തൊന്ന് കണ്ടുപിടിക്കുക. ഇന്ത്യയിലെ തന്നെ ചില മാധ്യമങ്ങൾ അതിനെ എത്ര മനോഹരമായിട്ട്, എത്രയോ ആരോഗ്യപരമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു എന്ന് നിങ്ങൾ കാണുക. ഇവിടെ എന്താ, ഒരു ട്രീ കട്ടർ ചാനലിൽ കുറെ പേര് വന്നിരുന്നുണ്ട്, അതുപോലെ വേറെ ചില ചാനലുകൾ, പത്രങ്ങളിൽ കുറെ റിപ്പോർട്ടിങ്. നിങ്ങൾ മാധ്യമരംഗം, നമ്മുടെ മാധ്യമരംഗം എവിടെ പോയി ഏത് ചെളിക്കുഴിയിൽ വീണു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ചുള്ള കഴിഞ്ഞ 4-5 ദിവസത്തെ റിപ്പോർട്ടിംഗ്, അവതരണം ഒക്കെ. ഇത് മാറ്റിയെടുക്കാൻ മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരോടും, ഡെസ്കിൽ ഇരിക്കുന്നവരോടും, ന്യൂസ് റൂമിൽ ഇരിക്കുന്നവരോടും, അവതാരകരോടുമൊക്കെ പറയണം, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് നല്ല ഗുഡ് ബുക്കുകൾ നോക്കണം, സ്റ്റൈൽ ബുക്കുകൾ നോക്കണം, നോക്കിയിട്ട് ഈ രീതി മാറ്റണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റേറ്റിംഗ് താഴേക്ക് പോവുകയുള്ളൂ. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തും ചെയ്താൽ. ഇപ്പം ഇനിയിപ്പോൾ അതിർത്തിയിലെ വെടിനിർത്തൽ ആയി, അതിർത്തിയിലെ മരമുറി നിന്നു. അപ്പോൾ ഇനിയിപ്പോൾ ട്രീ കട്ടർ ചാനലുകൾ ഉൾപ്പെടെയുള്ളവർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ആശമാരെ പിടിക്കും. ആശമാരെ പിടിച്ചിട്ട് ഇനി ഹൈപ്പ് ഉണ്ടാക്കും. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആശമാരെ ഈ മാപ്രകളെല്ലാം അവഗണിച്ച് കളഞ്ഞു. അതിൽ ആശമാർ ദുഃഖിതരാണ്. ദയവ് ചെയ്ത് ആശമാരെ നിങ്ങൾ പിന്നെ ഇനി പിന്തുടരുക, ആശമാരെ കയ്യിലെടുക്കുക, ആശമാരെ പിടിക്കുക. എന്നിട്ട് നല്ല ആശാമാരുടെ പിന്നെ വാർത്തകൾ, പിന്നെ റിപ്പോർട്ടിങ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ അടുത്ത വിഷയം വീണ്ടും അത് തന്നെ ഏറ്റെടുക്കാൻ നോക്ക്. നിങ്ങൾക്ക് വിഷയങ്ങളില്ല, നിങ്ങൾക്കൊരു വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, ഓരോ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രശ്നം അത് തന്നെയാണ്.